യുഎസ് ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി. ഇന്ന് വൈറ്റ് ഹൌസിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തും. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ യുഎസ് നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സഖ്യത്തിൽ ചേരാനുള്ള കരാറിൽ ഷറ ഒപ്പുവെക്കുമെന്ന് സിറിയയിലെ യുഎസ് പ്രതിനിധി ടോം ബറാക്ക് ഈ മാസം ആദ്യം അവകാശപ്പെട്ടിരുന്നു. ഷറയെ വെള്ളിയാഴ്ചയാണ് യുഎസ് കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഈ ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽ നിന്ന് വെള്ളിയാഴ്ചയോടുകൂടി പുറത്താക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സിറിയൻ പ്രസിഡന്റ് എത്തുകയാണ് വൈറ്റ് ഹൌസിലേക്ക്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൂടിക്കാഴ്ച അല്ലേ? അതെ, തീർച്ചയായിട്ടും. US $10 മില്യൺ തലയ്ക്ക് വിലയിട്ടിരുന്ന ഭീകരനാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. ഈ അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്ന അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് സിറിയയിൽ ഒരു വിമത നീക്കത്തിലൂടെ അദ്ദേഹം അധികാരം പിടിച്ചടക്കുന്നത്. 1946 ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സിറിയൻ പ്രസിഡന്റ് അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നത്. ഇതാദ്യമായിട്ടാണ്. ഇതിന് മുൻപേ കഴിഞ്ഞ മെയ് മാസം US പ്രസിഡന്റിനെ അന്ന് ഇപ്പോൾ ഈ സിറിയയുടെ ഒരു അധികാരത്തിലിരുന്നയാൾ അവിടുത്തെ ഒരു താൽക്കാലിക പ്രസിഡന്റ് നേരിട്ട് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് നിലവിൽ അവിടുത്തെ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി നിലവിൽ അമേരിക്കയിലെത്തി ട്രംപിനെ കാണുന്നത്. ഈ അഹമ്മദ് അൽ ഷറ അദ്ദേഹം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിറിയയിലുള്ള അൽ ഖ്വയ്ദയുടെ സ്ഥാപകനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹയാത്ത് തഹ്രി അൽ ഷാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ ഇത്രയധികം ഒരു ഭീകര പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ചിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ വലിയ സ്വീകരണം ലഭിക്കുന്നു. അദ്ദേഹം ശനിയാഴ്ചയാണ് അവിടെ എത്തിയത്. ശനിയാഴ്ച അദ്ദേഹം അമേരിക്കയിലെത്തി അമേരിക്കയിലുള്ള സിറിയൻ വംശജരെ നേരിട്ട് കാണുകയും അവരുമായിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്നാണ് US പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയോടെ കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതായത് ഒന്ന്, ഈ IS-നെതിരായിട്ടുള്ള പോരാട്ടം, ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായിട്ടുള്ള US-ന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സംഘടന, ഈ സംഘടനയിൽ സിറിയയും ഭാഗമാകും എന്നാണ് വിവരം ലഭിക്കുന്നത്. 2014 US ഇത്തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഒരു സംഘടന, അന്താരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നത്. 88 രാജ്യങ്ങളാണ് നിലവിൽ ഈ സംഘടനയിലുള്ളത്. അപ്പോൾ ഇതിൽ സിറിയയും കൂടി ഭാഗമാകും എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇന്ന് തന്നെ ആ കരാറിൽ ഒപ്പുവയ്ക്കും എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിറിയയിലുള്ള ഒരു എയർബേസാണ് ഡമാസ്കസ്. അപ്പോൾ ഈ ഡമാസ്കസിൽ US-ന്റെ ഒരു പ്രത്യേക ഒരു നിയന്ത്രണത്തിലുള്ള എയർബേസ് അവിടെ സ്ഥാപിക്കാനായിട്ടുള്ള ആലോചനകൾ അത് മുൻപ് തന്നെയുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത്തരം ഒരു എയർബേസ് അവിടെ വരികയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള യുദ്ധങ്ങൾ, ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ, ഇസ്രായേൽ ഗാസ വിഷയം, അപ്പോൾ ഇതിലെല്ലാം US-ന്റെ നേരിട്ടുള്ളൊരു നിയന്ത്രണം അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു നിരീക്ഷണം ഇക്കാര്യത്തിലെല്ലാം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡമാസ്കസിൽ ഒരു എയർബേസ് സ്ഥാപിക്കുക എന്നുള്ളത് US-ന്റെ വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ഈ ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു വഴി കൂടി ഇന്നത്തെ ഈ ഒരു ചർച്ചയിലൂടെ തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ ഇത്തരമൊരു ആവശ്യം കൂടി ട്രംപ് മുന്നോട്ട് വെച്ചേക്കാം. എന്നാൽ അക്കാര്യത്തിൽ അഹമ്മദ് അൽ ഷറയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ഈ ഊഷ്മളമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ആവശ്യം കൂടി പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട്. യെസ്, തീർച്ചയായും. അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.